ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റൈത്തയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പെരുന്നാളാണ് വരുന്നത്. പെരുന്നാളിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബിരിയാണി വീട്ടിലുണ്ടാക്കും അല്ലെ? അപ്പൊ ബിരിയാണി പെർഫെക്റ്റ് ആകണമെങ്കിൽ ഒരു നല്ല റൈത്ത കൂടി വേണം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈത്ത നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുക്കുംബറിന്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് വളരെ കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സവാള ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പൊ സവാള നുറുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ കട്ടിയുള്ളത്, അത് മുറിച്ച് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ കുഞ്ഞു പീസുകളായിട്ട് നുറുക്കിയെടുക്കാം. ഇതാ അപ്പൊ സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി നുറുക്കിയെടുക്കാം. തക്കാളിയും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാപ്പോ തക്കാളിയും ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സവാള ഇട്ട ആ സെയിം പാത്രത്തിലേക്ക് തന്നെ തക്കാളിയും കൂടി മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്കുംബറും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. അപ്പൊ കുക്കുംബറും ഇതുപോലെ തന്നെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നുറുക്കി ഇതിലേക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഗ്രേറ്ററിൽ വലിയ ഹോൾസ് വരുന്നില്ലേ, അതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയും. അതും നല്ല പോലെ ചെറുതാക്കി നുറുക്കിയെടുക്കണം. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. കണ്ടോ, നല്ല കളർഫുൾ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരല്പം, ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ പഞ്ചസാര ചേർക്കുക എന്നുള്ളത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്പൂൺ എണ്ണ. അതായത് ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു സ്പൂൺ മതി. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും ഉള്ളിയും ഒക്കെയുള്ള ജ്യൂസ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ തിരുമ്മി അത് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ ദാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പച്ചമുളകിന്റെ എരിവും കൂടി ഇതിലേക്ക് വരും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. കണ്ടോ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജ്യൂസ് എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തത് കാരണം ഉള്ളിന്നും തക്കാളിന്നും ഒക്കെയുള്ള ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടല്ലേ വെച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോ ഇവിടെ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പൊ കട്ടയൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ചെറുതായിട്ടൊരു പുളിയും ഉണ്ട് തൈരിന്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങൾക്കിത് ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.